ഇടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തുന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമേ നീ എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നും ഒരു പുഴയാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ, അധികം സംഭവവികാസങ്ങളൊന്നുമില്ല. ഇന്നലെ എടുത്തെടുത്ത് വന്നപ്പോൾ ഒന്നും ഇല്ലാണ്ടായെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാതിരുന്ന കേട്ടോ രാവിലെ. ഇത് ചാക്കോന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചെറുപയർ പുഴുങ്ങി വെച്ചതാണേ. അപ്പം എൻ്റെ ഒരു ദിവസം ഡെയിലി ബ്ലെസ്സിങ് കണ്ടിട്ട് മാത്യുസിനെ കണ്ടിട്ടാണ് തുടങ്ങുക. മോസ്റ്റ്ലി എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്, ചില ദിവസങ്ങളിൽ പറ്റാണ്ട് വരും കേട്ടോ. അങ്ങനെ എന്താണെന്നറിയില്ല, ചാക്കോ ഇന്നൊരു 6:45 തന്നെ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ ദേ ഡിംപിളിനോട് പിടുത്തം വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. കൊതുക് കടിച്ചു, അങ്ങനെ കുറേ പരാതികളുണ്ട് കേട്ടോ. ഡിംപിളിനോടാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഡിംപിളും എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ എന്തായിരുന്നു ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു മാനുവൽ ഇങ്ങനെ നടക്കുമ്പോൾ പലതും നമ്മൾ മറന്നു പോകും. അപ്പോൾ ദേ ഡിംപിളിനെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുകയാണ് കേട്ടോ. പിടിച്ച് മുടി വലിക്കുക, അങ്ങനത്തെ കുറേ ഇഷ്ടമാണ് ഡിംപിളിനും. അവനെ ചൊറിയാൻ ഇഷ്ടമാണ്, അവനും തിരിച്ചു ചൊറിയാൻ ഇഷ്ടമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി മാന്തി നിൽക്കും കേട്ടോ. ഡിംപിളിനാണെങ്കിൽ ചൊടിപ്പിക്കാനും ഇഷ്ടമാണ്, ആ ചൊടിയിൽ അവൻ വീഴുകയും ചെയ്യും. ഇന്ന് ഞങ്ങൾ റിലയൻസിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, പാത്രങ്ങളൊക്കെ കാലിയായി തുടങ്ങി. എന്നാൽ പിന്നെ ഞാനും ഡിംപിളും കൂടെ പോയിട്ട് വരാം. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു ബസ്സിന് പോയിട്ട് തിരിച്ചു വരുമ്പം ഡാഡിയോട് വന്ന് പിക്ക് ചെയ്യാൻ പറയാം, അതായത് പാച്ചുവിനെ പിക്ക് ചെയ്യാൻ വരുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പിക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ പ്ലാൻ മാറി, ഞാനും നിൻ്റെ കൂടെ മമ്മിയും പറഞ്ഞു പൊക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മുടെ പ്ലാനിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിംപിളും ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. മീൻസ് ഡാഡി തിരിച്ചു വരുമ്പോൾ എന്തായാലും വേണമല്ലോ, കാരണം സാധനങ്ങൾ കാണും, ഒരുപാട് സാധനങ്ങൾ കാണും. അങ്ങനെ ദേ ചാക്കോ ഡാഡിയോട് പോയി കിന്നാരം പറയുന്നുണ്ട്. ആകെ മൊത്തം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ഡിംപിളും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, എന്തൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മമ്മിയും ഡിംപിളും ഞങ്ങളില്ലാത്ത സമയത്ത് 2 പ്രാവശ്യം ലുലുലു പോയപ്പം ബൾക്കായിട്ട് ഇവിടെ ഉള്ളത് അറിയാണ്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നലെ നോക്കിയപ്പോഴേ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിക്കേണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ദേ ചാക്കോൻ്റെ ഫ്ലാസ്കും കൊണ്ട് വരുന്നത്, ഇത് ജർമ്മനി ഫ്ലാസ്ക് ആണ് കേട്ടോ. എനിക്ക് ചേച്ചി ജർമ്മനിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുതന്ന ഫ്ലാസ്ക് ആണ്. നല്ല നല്ല ഫ്ലാസ്ക് ആണ് കേട്ടോ, അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിലെ കരിവേപ്പിലയുടെ മെയിൻ സോഴ്സ് ഇതാണ് കേട്ടോ. നമ്മുടെ നോബിളേട്ടൻ്റെ വീട്ടിലെ കരിവേപ്പാണ് കേട്ടോ. എനിക്കവിടെ മുകളിൽ നിന്നാൽ പറിക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ആ മഴയത്തൊന്നും മറിഞ്ഞെങ്കിലും നോബിളേട്ടൻ അത് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സേഫായി. അപ്പം മമ്മി വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഡിംപിൾ കുറേ ചോദിച്ചെങ്കിലും മമ്മി വന്നില്ല. അപ്പോൾ തോമുനെ എവിടെ ആക്കി, തോമുന് ലീവാണല്ലോ, തോമുന് ടോട്ടലി വെക്കേഷൻ ആയതുകൊണ്ട് സുഖമായി. അപ്പോൾ നമ്മൾ റിലയൻസിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഓഫറിലും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ റിലയൻസിൽ പണി നടക്കുന്നുണ്ട്, മുകളിലത്തെ ഫ്ലോറിലെ സാധനങ്ങളൊക്കെ താഴെ ഇട്ടിട്ട് ആകെ മൊത്തം കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് കേട്ടോ. എന്തായാലും പോയി നോക്കാം എന്നുള്ള ഇതായി, കാരണം ഡാഡി ഉണ്ടല്ലോ കൂടെ, അപ്പോൾ പിന്നെ ടെൻഷനും വേണ്ട. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് പോയതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട അല്ലെങ്കിൽ ആലോചിച്ച് നടക്കേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വന്നില്ല. നേരെ പോവുക, ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ പിള്ളേർക്ക് ബിസ്ക്കറ്റ്, പിള്ളേർക്ക് എന്നല്ല എല്ലാവർക്കും. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ സോപ്പിനും പേസ്റ്റിനും ഒക്കെ 50% ഓഫർ. ഞങ്ങൾ ഇന്നലെ ചെന്ന ദിവസം വളരെ നല്ല ദിവസമായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക സാധനങ്ങൾക്കും ഓഫർ ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ആയാലും ബൈ 1 ഗെറ്റ് 1 ഓഫറിലായിരുന്നു. അത് അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള കുറച്ച് ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ കോമൺലി കഴിക്കുന്ന കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. നല്ല ഓഫറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ മാത്രമേ ആ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതൊരു പുതിയ കുക്കീസാണ്, പക്ഷേ ലെമണും ഓറഞ്ചും ഒക്കെ ഉള്ള യൂണിബിക്സിൻ്റെ ഒരു കുക്കീസ് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോൾ പിന്നെ നൂഡിൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒന്നും പറ്റാത്ത ദിവസങ്ങളിൽ, ബ്രേക്ക്ഫാസ്റ്റേ ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ നൂഡിൽസിൽ ഒതുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കങ്ങനെ ഇപ്പം സത്യം പറഞ്ഞാൽ നൂഡിൽസിനോട് ഇഷ്ടമേ ഇല്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു മസാല മാഗിയുടെ ബ്രാൻഡ് അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ മസാല മാഗിയുടെ ഗ്രീൻ ചില്ലി ഫ്ലേവർ വന്നിട്ടുണ്ട്, അതൊക്കെ വാങ്ങിച്ചു.
അങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലാം ഞാനും മമ്മിയും കൂടെ വേഗം ഒതുക്കി തീർത്തു. ഇത് ചാക്കോനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇനി കണ്ടോട്ടോ നിങ്ങൾ. ഹേയ്. നീ എടുത്തിട്ട് വാ, ബാഗ് എടുത്തിട്ട് വാ. നീ ബാഗ് എടുത്തിട്ട് വാടാ. എന്താടാ? ഏ ഏ ചെരുപ്പ് എടുത്തിട്ട് വാ. നീ വാടാ അങ്ങോട്ട്. നീ വാ. ജിലേബി കഴിച്ചാ നീ? എത്ര എണ്ണം കഴിച്ചു? ഏ 2 വേറെന്താ കഴിച്ച പിന്നെ? ആ സൈക്കിൾ ഓടിച്ചാ? വേറെന്താ ഓടിച്ച പിന്നെ? മിസ്സിന്റെ പേരെന്താ എന്റെ? ടീച്ചറാ? ഓക്കെ. ഇന്നലത്തെ രാത്രിത്തെ പാച്ചുവിൻ്റെയും തോമുവിൻ്റെയും സ്നേഹപ്രകടനമാണ് കേട്ടോ. പാച്ചുവിന് മസാജിങ് ആണ് കേട്ടോ. നിങ്ങൾ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ കണ്ടു കാണും തോമു മസാജ് ചെയ്യുന്നത്. ഇത് പാച്ചു തോമുവിന് തല മസാജ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ തോമു പറയുന്നുണ്ട്, ശരിക്കും മൊത്തത്തിൽ മസാജ് ചെയ്യടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോൺ ചേട്ടൻ കൗതുകത്തിനെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പാച്ചു നല്ലപോലെ മസാജ് ചെയ്യും കേട്ടോ. അതുപോലെ അവൻ്റെ അപ്പൻ എപ്പോഴും ചൊറിയാൻ പറയും കേട്ടോ. പുറം ചൊറിയാൻ പറയും. അതുപോലെ തന്നെയാണ് പാച്ചുകൂട്ടനും കേട്ടോ. അപ്പൻ്റെ എല്ലാ സ്വഭാവവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൊറിയാൻ പറയുക. അപ്പം ഡിംപിൾ പറയാം, ചേട്ടൻ ഇങ്ങനെ തന്നെയാണ്. നമ്മളെവിടെയെങ്കിലും ചൊറിഞ്ഞു കൊടുത്താൽ പറയുമെന്ന്. വേറെ എവിടെയെങ്കിലും എനിക്കറിയില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്, കുക്കർ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇന്നലെ തന്നെ ചിക്കനും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, തൈരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും ഗീയും ഒഴിച്ച് അതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് സബോളയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾ വേവിക്കുകയാണല്ലോ എന്ന് ഓർത്ത് വഴറ്റാണ്ടിരിക്കരുത്. സബോള നല്ലപോലെ വഴറ്റണം. സബോള ആയാലും തക്കാളി ആയാലും നല്ലപോലെ വഴറ്റുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ സലാഡും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിയും. ഇല്ലെങ്കിൽ അതൊരു എക്സ്ട്രാ പരിപാടിയായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു സലാഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബിരിയാണിയല്ലേ, ഒട്ടും ഗമ കുറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുട്ടയും പുഴുങ്ങണ്ടേ. അപ്പോൾ ഒരുവിധം വഴണ്ട് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തക്കാളി ആയാലും ഒന്ന് ഉടഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതെല്ലാം പൊന്തി പൊന്തി വരും. ഇന്ന് നല്ലപോലെ വഴറ്റിയിട്ടാണ് ഒരു വിസിലടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വിസിലെല്ലാം കഴിയുമ്പോഴത്തേക്കിനും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഇതിനകത്ത് അധികം മസാല ഇട്ട് കുഴച്ചുണ്ടാക്കുന്ന ഒരു ബിരിയാണി അല്ല കേട്ടോ. ഇത് ചിക്കൻ ഇട്ടിട്ടുണ്ട്, മല്ലിയില, പുതിനയില അത് നിർബന്ധമാണ് കേട്ടോ. ഇത് അധികം മസാല ഇല്ലാതെ എന്നാൽ എരിവ്, പച്ചമുളകൊക്കെ ഇടുന്നതിൻ്റെ ഒരു എരിവുണ്ടല്ലോ, അതെല്ലാം വരുന്ന ഒരു ബിരിയാണിയാണ്. സിമ്പിളായിട്ടുള്ള ഒരു കുക്കർ ബിരിയാണി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ ഏത് അരിയാണോ യൂസ് ചെയ്യുന്നത് ആ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലിട്ടിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. കറക്റ്റ് സമയം കുതിർത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ വിസിൽ ഇത് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സിമ്പിൾ കുക്കർ ബിരിയാണി. മാരിനേറ്റ് ചെയ്യുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് പറഞ്ഞു. കുട്ടി വീഡിയോ ആണ് കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. മഴയാണ്, മക്കളെ സൂക്ഷിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ ആൻഡ് ടേക്ക് കെയർ.